ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൺലൈൻ മാത്തമാറ്റിക്സ് കഫേ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ ബാങ്കിങ്ങിലെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. രേഖ ഓപ്പൺഡ് എ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഫോർ 20 months. The rate of interest is 9% per annum and Rekha receives rupees 441 as interest at the time of maturity. Find the amount Rekha deposited each month. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് അല്ലേ. ഓരോ മന്തും എത്ര എമൗണ്ട് ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, പി ആണ് നമുക്കിവിടെ കാണേണ്ടത്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. രേഖ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ് ഓപ്പൺ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. 20 months ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എൻ എന്ന് പറയുന്നത് 20 എന്ന് നമുക്ക് കിട്ടി. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടി 9% ആണ് ഇൻട്രസ്റ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇനി രേഖ റിസീവ്സ് rupees 441 ആസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ആയിട്ട് രേഖയ്ക്ക് കിട്ടിയ എമൗണ്ട് 441 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്തായിരിക്കും? അപ്പോൾ ഇതിന് നമുക്ക് ഏത് ഫോർമുല അപ്ലൈ ചെയ്യാൻ നോക്കിക്കേ. ഇതിൽ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുലയല്ലേ അപ്ലൈ ചെയ്യേണ്ടത്. ഐ ഈക്വൽ ടു PNR ഇൻറ്റു n+1/2 × 12 × 100. കാരണം നമുക്ക് ഇവിടെ ഐ അറിയാം, ദെൻ എൻ അറിയാം, ദെൻ ആറും അറിയാം. അപ്പോൾ നമുക്ക് ആരെയാണ് കാണേണ്ടത്? പി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സോ ഏത് ഫോർമുല അപ്ലൈ ചെയ്യാം? സെക്കൻഡ് ഫോർമുല നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് കിട്ടും നോക്കിക്കേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. ഐ ഈക്വൽ ടു PNR ഇൻറ്റു n+1/2 × 12 × 100. അപ്പോൾ ഐ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണെന്ന് നോക്കിക്കേ. 441 ആണ്. എൻ എന്ന് പറയുന്നത് 20 ആണ്. ആർ എന്ന് പറയുന്നത് 9. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ആർ ഈക്വൽ ടു എങ്ങനെ, അല്ലെങ്കിൽ സോറി പി ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി ഈക്വൽ ടു ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കിക്കേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഐ ഉണ്ട്. ഡിനോമിനേറ്റർ 2 × 12 × 100 എന്നുള്ളത് നേരെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പം എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലെ. ഡിവിഷൻ ഫോം ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഐയു ആയിട്ട് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ഫോമിലായിരിക്കും വരിക. ഡിവൈഡഡ് ബൈ, ഇനി എന്നും ആറും n+1 നേരെ ഡിനോമിനേറ്ററിലോട്ട് പോകും. അപ്പം NR ഇൻറ്റു n+1. അപ്പോൾ ഇത് ക്ലിയർ ആയോ? നമ്മുടെ ഈ ഫോർമുലയിൽ നിന്ന് പിയെ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നോക്കി. ഇനി ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്ത് കൊടുക്കാം? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഐ എന്ന് പറയുന്നത് 441 ആണ്. ഇൻറ്റു 2 × 12 × 100 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് 20 ആണ് അല്ലേ. 20 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 9 ആണ്. ഇൻറ്റു n+1 എന്ന് പറയുമ്പോൾ 20 + 1 21. അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി ക്യാൻസലേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 20യും 100ഉം ക്യാൻസൽ ചെയ്യാം. എത്ര ടൈംസ് ആണ്? 5 ടൈംസ് അല്ലേ. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? 21നെയും 441നെയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. കാരണം 21 × 21 ആണ് ഇത് 441. അപ്പോൾ 21 ടൈംസ്. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന 9ഉം 21നെയും നമുക്ക് 3ൻ്റെ ടേബിളിൽ കട്ട് ചെയ്യാം. അപ്പം 9 എന്നുള്ളത് 3 ആകും, 21 എന്നുള്ളത് 7 ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് 3യും 12നെയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3യും 12ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 4 ടൈംസ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഒന്നുമില്ല. അപ്പോൾ ഇനി ന്യൂമറേറ്ററിൽ ഏതൊക്കെ വന്നിട്ടുണ്ടോ അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും. അപ്പോൾ ഇവിടെ 7 ഉണ്ട്, ദെൻ ഇവിടെ ഒരു 2 ഉണ്ട്, ദെൻ 4 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ 7 × 4 × 2 × 5 ആണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ₹280 ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത ഫോർമുല ഐ ഈക്വൽ ടു PNR ഇൻറ്റു n+1/2 × 12 × 100 ആണ്. അതിൽ നിന്ന് പി നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കി, പി ഈക്വൽ ടു എങ്ങനെ എഴുതാമെന്ന് നോക്കി. എന്നിട്ട് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോർമുലയിൽ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഷിഫ്റ്റിംഗ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഏതാണോ എളുപ്പം അതനുസരിച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.